എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ്. പഴം കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല രുചിയിൽ സോഫ്റ്റായ ഉണ്ണിയപ്പം ചക്കപ്പഴം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 220 ഗ്രാം ഉണ്ടാകും. എല്ലാത്തിൻ്റെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. പച്ചരി ഒരു ഗ്ലാസ്സിലോ മറ്റ് അളവ് പാത്രത്തിലോ അളന്നെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ചേരുവകളും അതേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കണം. അരി നമുക്ക് 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വയ്ക്കാം. 3 മണിക്കൂർ നേരം കുതിരാൻ വെച്ച അരി നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. അരി പൊടിച്ചെടുക്കാനുള്ളത് കൊണ്ട് വെള്ളം നന്നായി തന്നെ ഊറ്റി കളഞ്ഞെടുക്കണം. മൈദയോ അപ്പക്കാരമോ ഒന്നും ചേർക്കാതെ സോഫ്റ്റായ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഈ ഉണ്ണിയപ്പവും നമ്മൾ ഉണ്ടാക്കുന്നത്. ആ വീഡിയോയിൽ കൂടുതൽ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കാണാത്തവർ അതുകൂടി ഒന്ന് കാണണേ. ഇനി നമുക്ക് ഈ അരി പൊടിച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അതേപോലെ ഏലക്ക ചേർക്കേണ്ട ആവശ്യമില്ല. പഴുത്ത ചക്കയുടെ രുചി ഉണ്ണിയപ്പത്തിന് നന്നായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് ഇടയ്ക്കിടെ ഇളക്കിയിട്ട് കൊടുത്ത് നന്നായി പൊടിച്ചെടുക്കാം. അരി നമ്മൾ നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ റവയുടെ വലിപ്പമുള്ള ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ ചക്ക നന്നാക്കിയെടുക്കാം. നമ്മളിവിടെ നന്നായി പഴുത്ത മധുരമുള്ള വരിക്കച്ചക്കയുടെ 10 ചുളയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിത് കുരുകളഞ്ഞ് അരി പൊടിച്ചെടുത്ത അതേ ജാറിലേക്ക് മാറ്റാം. ചക്കയുടെ ചുള നമ്മൾ കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 200 ഗ്രാം ഉണ്ടാകും. ഇനി നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കാം. ചക്ക നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ട ശർക്കര ഒരുക്കിയെടുക്കാം. നമ്മളിവിടെ അരി അളന്ന പാത്രത്തിൽ 1/4 അളവ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരി അളന്ന പാത്രത്തിൻ്റെ പകുതി, അതായത് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് നന്നായി ഉരുക്കിയെടുക്കാം. ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടും ചൂടാറാതെ അരിപ്പൊടിയിലേക്ക് അരിച്ചൊഴിക്കാം. ആദ്യം ഒരു പകുതി മാത്രം ഒഴിച്ചാൽ മതി. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ശർക്കര പാനി നല്ല ചൂടോടെ തന്നെ മാവിൽ ചേർക്കണം. അരിപ്പൊടി ഒട്ടും കട്ടയില്ലാതെ നന്നായി മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാനി പകുതി മാത്രം ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാനി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. ശർക്കരപ്പാനി ഇതുപോലെ നല്ല ചൂടോടെ തന്നെ മാവിൽ ചേർത്തുണ്ടാക്കിയാൽ അപ്പക്കാരം ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എള്ള് ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കാവുന്നതാണ്. ഈ മാവ് കൊണ്ട് ഏകദേശം 25 ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഈസിയായി കോരിയൊഴിക്കാൻ പറ്റുന്ന പാകത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇത് ഒട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് എണ്ണ നല്ല ചൂടായിരിക്കുമ്പോൾ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാം. കുഴിയുടെ 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചാൽ മതി. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. എല്ലാം ഇങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. രണ്ട് ഭാഗം ഫ്രൈ ആയാൽ നമുക്കിത് കോരി മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഉണ്ണിയപ്പം വളരെ സോഫ്റ്റാണ്. അങ്ങനെ നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും രുചിയുള്ള ഉണ്ണിയപ്പമാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.